ക്രിസ്മസ് പുതുവത്സരത്തോടനുബന്ധിച്ച് കൊല്ലം ജില്ലയിൽ എക്സൈസ് പിടികൂടിയത് 100 കിലോയിലേറെ കഞ്ചാവാണ്. 150 ഗ്രാം രാസലഹരിയായ MDMAയും പിടികൂടി. കഴിഞ്ഞ ദിവസം കായംകുളം ചൂനാട് സ്വദേശികളിൽ നിന്ന് 6 കിലോ കഞ്ചാവാണ് കണ്ടെത്തിയത്. കുട്ടികളെ ലക്ഷ്യമിട്ടാണ് കഞ്ചാവ് എത്തിച്ചതെന്ന് പോലീസ് പറഞ്ഞു. കൊല്ലത്തെ പുതുവത്സരാഘോഷങ്ങളിൽ ലഹരി പടർത്താനുള്ള നീക്കമാണ് എക്സൈസ് ഒരു പരിധിവരെയെങ്കിലും തടഞ്ഞത്. ക്രിസ്മസ് പുതുവത്സര ആഘോഷങ്ങളുടെ ഭാഗമായി എക്സൈസ് എൻഫോഴ്സ്മെന്റ് വ്യാപക പരിശോധന നടത്തിയിരുന്നു. ജില്ലയുടെ വിവിധ ഇടങ്ങളിൽ നിന്നായി എക്സൈസ് പിടികൂടിയത് 100 കിലോയിലധികം കഞ്ചാവാണ്. പിടികൂടിയ MDMAയുടെ കണക്കാകട്ടെ 150 ഗ്രാമിലധികവും. കഞ്ചാവിന്റെ ഇടനിലക്കാരായി പ്രവർത്തിക്കുന്ന ആളുകളാണ്. ഇതിന്റെ മുൻ കൂട്ടുകച്ചവടക്കാരെ പറ്റിയൊക്കെ നമുക്ക് വിവരം കിട്ടിയിട്ടുണ്ട്. വാങ്ങുന്ന ഉപഭോക്താക്കളായിട്ടുള്ള കുട്ടികളായ പല ആളുകളുമുണ്ട്. അവരെ പറ്റിയുള്ള വിവരം കിട്ടി ഫോളോ അപ്പ് ഉണ്ടായിരിക്കും. കഴിഞ്ഞ ദിവസം കൊല്ലം പാവുമ്പയിൽ നടത്തിയ പരിശോധനയിൽ 2 കിലോയിലധികം കഞ്ചാവ് കണ്ടെത്തിയിരുന്നു. സ്കൂട്ടറിൽ കടത്തിക്കൊണ്ടുവന്ന കഞ്ചാവാണ് പിടിച്ചെടുത്തത്. ചൂനാട് സ്വദേശികളായ ഷാഹിം ഷാ, അസ്ലം ഷാ എന്നിവരെയും കസ്റ്റഡിയിലെടുത്തു. ഇവരെ ചോദ്യം ചെയ്തപ്പോൾ ഓച്ചിറ സ്വദേശി സാബുവിന്റെ വീട്ടിൽ കഞ്ചാവ് സൂക്ഷിച്ചിട്ടുണ്ടെന്ന് മനസ്സിലായി. ഇവിടെ നടത്തിയ പരിശോധനയിൽ 4.25 കിലോയോളം കഞ്ചാവ് പിടികൂടി. 3 പ്രതികളെയും അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തു. ജില്ലയുടെ വടക്കൻ മേഖലയിലെ കഞ്ചാവ് വിൽപ്പനയുടെ പ്രധാന ഏജന്റുമാരാണിവരെന്ന് എക്സൈസ് പറഞ്ഞു. കുട്ടികളെ ലക്ഷ്യമിട്ടായിരുന്നു ഇവർ കഞ്ചാവ് എത്തിച്ചിരുന്നത്. മാതൃഭൂമി ന്യൂസ്, കൊല്ലം.